പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അന്തോണി സുമണിയാളുടെ കൂട്ടായ്മയിലെ ഇന്ന് ദിവസം നമ്മുടെ കർമ്മല മാതാവിന്റെ വലിയ ഒരു തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്നൊരു പ്രഭാതത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. ഇനി മഴയൊക്കെ ആയതുകൊണ്ട് ആർക്കെങ്കിലും ബലി അർപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉച്ചതിരിഞ്ഞൊരു ബലിയർപ്പണത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. പിന്നെ നമുക്ക് ശരിക്കും ഒരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധ കർമ്മല മാതാവിന് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ശരിക്കും വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും കേട്ടോ. പിന്നെ ഇന്ന് നമുക്കൊരു വൺ ഡേ ശുശ്രൂഷ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുളിങ്കര സെന്റ് മേരീസ് ദേവാലയത്തിലുണ്ടായിരുന്ന വികാരിച്ചൻ ജിജി പുന്നേരച്ചനാണ്. ഇന്ന് രാവിലെ 9:30 ശുശ്രൂഷകൾ ആരംഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. പിന്നെ നോക്കിയേ, നമ്മുടെ താമസിച്ചിട്ടുള്ള ധ്യാനം വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായർ തീയതികളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രത്യേകമായിട്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വലിയ അനോയിന്റിങ് കുറച്ച് പേരെ പങ്കെടുക്കുന്നുള്ളൂ. പക്ഷെ പങ്കെടുക്കുന്ന സകല മക്കൾക്കും വലിയൊരു അനോയിന്റിങ് അവർക്ക് ലഭിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിയ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. അവിടെ പൗലോസ്ലിഹ വലിയൊരു അപ്പസ്തോലനോട് ദൈവമായ കർത്താവ് പറയണേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. പൗലോസ് പറയണേ, എന്നോട് അരുൾ ചെയ്തു. എന്താ പറഞ്ഞത്? നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കുഞ്ഞെ, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കർത്താവേ, നിന്റെ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ബലഹീനനായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ശക്തി, പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ പൂർണ്ണമായി പ്രകടമാകും. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു പക്ഷെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ്റെ അടുക്കിലേക്ക് വന്ന അനേകം മക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പിശാച് നൽകുന്ന ഒരു ദുരുപദേശമാണ്, എൻ്റെ ജീവിതം രക്ഷപ്പെടുകയില്ല, എൻ്റെ ജീവിതം തകർക്കപ്പെട്ടു. അത് പിശാച് നൽകുന്ന തെറ്റായ ഉപദേശമാണ് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിനെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന് ഒരു നിമിഷം മതി നമ്മുടെ ജീവിതങ്ങൾക്ക് വിടുതൽ നൽകാനായിട്ട്. അതുകൊണ്ട് ആ വിടുതൽ നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കണം. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, നിനക്ക് എന്റെ കൃപ മതി. കർത്താവേ, ഈ ഒരു വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ കത്തിപ്പടരട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.